ജമായത്തെ ഇസ്ലാമിയുടെ മുഴീക്കൽ പ്രാദേശിക അമീറും മീഡിയ വൺ ചാനലിന്റെ മാനേജിംഗ് എഡിറ്ററുമായ സി ദാവൂദിന് ഭഗത് സിംഗിന്റെ ചെലവിൽ ബിൻ ലാദനെ രക്തസാക്ഷിയാക്കണം. അതിനാണ് സ്വന്തം അജ്ഞതയുടെ ഇരുട്ടുമുറിയിലേക്ക് ഭഗത് സിംഗിന്റെ രക്തസാക്ഷിത്വത്തെ മേപ്പടിയാൻ വലിച്ചുവെച്ചത്. ഭഗത് സിംഗിനെ പോലെയാണത്രേ ബിൻ ലാദൻ. എന്തൊരു താരതമ്യം, എന്തൊരു ബുദ്ധി! ഭഗത് സിംഗും ആളെ കൊന്നു, ബിൻ ലാദനും ആളെ കൊന്നു. ഭഗത് സിംഗിനെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം തൂക്കിലേറ്റി, ബിൻ ലാദനെ അമേരിക്കൻ സാമ്രാജ്യത്വം വെടിവെച്ചു കൊന്നു. അതുകൊണ്ട് ഭഗത് സിംഗ് സമം ബിൻ ലാദൻ. അതാണ് സി ദാവൂദിന്റെ ഇക്വേഷൻ. നല്ല ബുദ്ധിയല്ലേ? ലാല ലജ്പത് റായിയെ മർദ്ദിച്ചു കൊന്നതിന് പകവീട്ടാനാണ് ഭഗത് സിംഗും കൂട്ടുകാരും പോലീസുകാരനെ തിരഞ്ഞിറങ്ങിയത്. ബിൻ ലാദനും വീട്ടിയിട്ടുണ്ട് പ്രതികാരം. 1998 ഈജിപ്റ്റ് പാർലമെന്റിൽ സ്പീക്കറായിരുന്ന റിഫാത്ത് എൽ മഹ്ഗൂബിന്റെ കൊലയാളികൾ അൽബേനിയയിൽ അറസ്റ്റിലായി. ഈജിപ്തിലെ ഇസ്ലാമി ജിഹാദ് എന്ന സംഘടനയിൽപ്പെട്ടവരായിരുന്നു ആ 4 ഭീകരരും. നമുക്ക് ഈ സംഭവം ഭഗത് സിംഗ്, ലാല ലജ്പത് റായി, ബിൻ ലാദൻ, റിഫാത്ത് എൽ മഹ്ഗൂബ് എന്ന കോമ്പിനേഷനിൽ താരതമ്യം ചെയ്താലോ? ലാല ലജ്പത് റായി എന്ന വന്ധ്യവയോധികനായ സ്വാതന്ത്ര്യ സമര നേതാവിനെ തലയ്ക്ക് ബയണറ്റ് കൊണ്ടടിച്ച് ജെയിംസ് സ്കോട്ട് എന്ന ബ്രിട്ടീഷുകാരൻ കൊലപ്പെടുത്തി. കൊല്ലപ്പെടുമ്പോൾ ലജ്പത് റായിക്ക് പ്രായം 63. ഈജിപ്തിലെ നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവായിരുന്ന റിഫാത്ത് മഹ്ഗൂബിനെ 1990 ഒക്ടോബർ 13 നടു റോഡിൽ വെടിവെച്ചാണ് കൊലപ്പെടുത്തിയത്. കൊല്ലപ്പെടുമ്പോൾ മഹ്ഗൂബിന് പ്രായം 64. ലജ്പത് റായിയുടെ കൊലയാളികളോട് പകവീട്ടാൻ ദേശാഭിമാന പ്രചോദിതരായ ഭഗത് സിംഗും കൂട്ടരും തീരുമാനിച്ചു. ബിൻ ലാദനോ? മഹ്ഗൂബിന്റെ കൊലയാളികളെ അറസ്റ്റ് ചെയ്തതിൽ അമേരിക്കൻ പോലീസിന് പങ്കുണ്ടെന്ന് പ്രഖ്യാപിച്ച് അവരോട് പകരം വീട്ടാൻ ഇറങ്ങി. മഹ്ഗൂബിന്റെ കൊലയാളികളെ പിടികൂടാൻ ഇടപെട്ടതിന് അമേരിക്ക വിവരമറിയുമെന്ന് 1998 ഫെബ്രുവരിയിൽ ഒസാമയുടെ ഫത്വ ഇറങ്ങി. 98 ആഗസ്റ്റ് 7 ടാൻസാനിയയിലെയും കെനിയയിലെയും US എംബസികൾക്ക് നേരെ ബോംബ് നിറച്ച ട്രക്കുകൾ ഇടിച്ചു കയറ്റി 220 പേരെ കൊന്നു. അതായിരുന്നു ഒസാമ ബിൻ ലാദൻ സ്റ്റൈൽ. 64-കാരനായ ഒരു രാഷ്ട്രീയ നേതാവിനെ വധിച്ച 4 കൊലയാളികളെ അറസ്റ്റ് ചെയ്തതിന് പകരം വീട്ടാൻ ആത്മഹത്യാ സ്ക്വാഡിനെ നിയോഗിച്ച് 220 പേരെ പരലോകത്തെത്തിച്ച ബിൻ ലാദൻ എവിടെ കിടക്കുന്നു? തന്റെ പ്രിയ നേതാവായിരുന്ന ലാല ലജ്പത് റായിയെ മർദ്ദിച്ചു കൊന്ന പോലീസുകാരനോട് പകരം വീട്ടാൻ ഇറങ്ങിയ ഭഗത് സിംഗ് എവിടെ കിടക്കുന്നു? ലാദനും ഭഗത് സിംഗും തമ്മിൽ എന്ത് താരതമ്യം ദാവൂദേ! സോഷ്യലിസം, മതനിരപേക്ഷത, യുക്തിചിന്ത തുടങ്ങിയ ആശയങ്ങളിലാണ് ഭഗത് സിംഗ് ആകൃഷ്ടനായിരുന്നത്. അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യബോധവും മനുഷ്യസ്നേഹവും മനുഷ്യർ തമ്മിൽ ഉണ്ടാവേണ്ട തുല്യതയുമൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്തകളിലാകെ. ബിൻ ലാദനാണെങ്കിലോ സോഷ്യലിസവും കമ്മ്യൂണിസവും ജനാധിപത്യവും സെക്യുലറിസവും ഒക്കെ കൊടും തിന്മയാണെന്ന് വിശ്വസിച്ചു. സ്വന്തം മതമായിരുന്നു എല്ലാത്തിലും മീതെ. ആ മതത്തിന്റെ കീഴിൽ ലോകത്തെ കൊണ്ടുവരാനായിരുന്നു കൊലപാതക പരമ്പരകൾ. വേൾഡ് ട്രേഡ് സെന്ററിന് നേരെ നടന്ന ആക്രമണത്തിന് ശേഷം ഒളിവു ജീവിതകാലത്ത് ലാദൻ ഒരു പാകിസ്ഥാൻ പത്രത്തിന് ഒരു അഭിമുഖം നൽകി. ആ അഭിമുഖത്തിൽ ഇങ്ങനെ പറഞ്ഞത്രേ: 13 കഴിഞ്ഞവൻ ഇസ്ലാമിനെതിരെ ആയുധമെടുത്താൽ അവനെ തട്ടിക്കളയാം, ഒരു മനസാക്ഷി കുത്തും വേണ്ട. ചെറിയ പ്രായത്തിൽ ഭഗത് സിംഗ് എഴുതിക്കൂട്ടിയത് അത്രയും വായിച്ചാലും കൊലയെ ന്യായീകരിക്കുന്ന ഒരു വാചകവും ഉണ്ടാവില്ല. ഭഗത് സിംഗിനെയും ലാദനെയും കൂട്ടിപ്പിടിക്കാൻ ഇറങ്ങിയപ്പോൾ ദാവൂദ് മറന്നുപോയത് ഇതൊക്കെയാണ്. ജമായത്തെ ഇസ്ലാമിയുടെ മുഴീക്കൽ പ്രാദേശിക അമീറായ സി ദാവൂദിന്റെ ആത്മീയ നേതാവ് സാക്ഷാൽ മൗലാന മൗദൂദിയാണ്. മൗദൂദി സ്വപ്നം കണ്ടത് മതരാഷ്ട്രം. ബിൻ ലാദൻ സ്വപ്നം കണ്ടതും മതരാഷ്ട്രം. ദൈവിക സേവനത്തിന് പരിശീലനം ലഭിച്ച വോളണ്ടിയർമാരെ സൃഷ്ടിച്ച് അവരെ കൊണ്ട് ജിഹാദിലൂടെ ഭൂമിയിൽ ദൈവരാഷ്ട്രം സ്ഥാപിക്കാമെന്നായിരുന്നു മൗദൂദിയുടെ ആശയം. ലാദൻ പരിശീലിപ്പിച്ചതും അത്തരം വോളണ്ടിയർമാരെ. അവരാണ് ബോംബ് നിറച്ച ട്രക്കുകൾ എംബസികളിലേക്കും റാഞ്ചിയെടുത്ത വിമാനങ്ങൾ ടിൻ ടവറിലേക്കും ഇടിച്ചു കയറ്റിയത്. ഈ മൗദൂദിയുടെ തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിക്കുകയും അസംബന്ധങ്ങൾ എഴുന്നള്ളിക്കുകയും ചെയ്യുന്നതിനെയാണ് വ്യത്യസ്തമായ അനലിറ്റിക്കൽ ടൂൾ എന്ന് സി ദാവൂദ് വിശേഷിപ്പിക്കുന്നത്. മൗദൂദിയുടെയും വ്യത്യസ്തമായ അനലിറ്റിക്കൽ ടൂളായിരുന്നു. ജോലി ചെയ്യുന്നതും ശമ്പളം വാങ്ങുന്നതും വിദ്യാഭ്യാസം നേടുന്നതും ഒക്കെ ഹറാമാണെന്ന് മൗദൂദി സിദ്ധാന്തിച്ചിരുന്നു. ആ ചിന്തയൊക്കെ പ്രത്യേകതരം അനലിറ്റിക്കൽ ടൂളിന്റെ സൃഷ്ടി തന്നെയാണ്, ഒരു സംശയവുമില്ല. മൗലാന മൗദൂദിയുടെ ആശയങ്ങളെ ആഴത്തിൽ വിലയിരുത്തിയ ഇസ്ലാമിക ചിന്തകനാണ് സിയാവുദ്ദീൻ സർദാർ. അദ്ദേഹം എഴുതിയ ഡെസ്പെറേറ്റ്ലി സീക്കിംഗ് പാരഡൈസ് എന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ 2-ാം അധ്യായത്തിൽ ഒറ്റ വാചകത്തിൽ അദ്ദേഹം മൗദൂദിയെ ഇങ്ങനെ വിലയിരുത്തുന്നു: The more I read, the more it became obvious that most of Maududi's opinions were uninformed, his reasoning rather shabby, and the utopia he had constructed just that a known place for known people. മൗദൂദിയുടെ മിക്ക അഭിപ്രായങ്ങളും അറിവില്ലായ്മയുടെ സൃഷ്ടിയാണെന്നും വാദങ്ങളുടെ യുക്തി പ്രാകൃതമാണെന്നും അദ്ദേഹം നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ഉട്ടോപ്പിയ ആരുമില്ലാത്ത ഇല്ലാ സ്ഥലമാണെന്നും വായിക്കും തോറും എനിക്ക് ബോധ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്ന് മലയാളം. ഒറിജിനൽ മൗദൂദി ആയാലും മുഴീക്കൽ മൗദൂദി ആയാലും അറിവില്ലായ്മയാണ് മെയിൻ. ഒന്നിനെക്കുറിച്ചും വിവരമില്ലെങ്കിലും ആധികാരികമായി തട്ടിവിടാനുള്ള തൊലിക്കട്ടിയും. മാർക്സിനെയും എംഗൽസിനെയും കുറിച്ചുള്ള ഒറിജിനൽ മൗദൂദിയുടെ വെളിപാടുകളായാലും
ഭഗത് സിംഗിനെ കുറിച്ച് സി ദാവൂദ് തട്ടുവിട്ട അസംബന്ധങ്ങളായാലും അറിവില്ലായ്മയുടെ ആഘോഷമാണ്. ഭഗത് സിംഗ് ആരെന്നോ രക്തസാക്ഷിയായത് എന്തിനെന്നോ ഒന്നും അറിയാതെ പച്ചയ്ക്ക് അസംബന്ധം പറയാനുള്ള തൊലിക്കെട്ടി സി ദാവൂദിന് ലഭിക്കുന്നത് അദ്ദേഹത്തിന്റെ മൗദൂദി ഭക്തിയിൽ നിന്നാണ്. ഈ തൊലിക്കെട്ടിയെയാണ് അദ്ദേഹം സവിശേഷമായ അനലിറ്റിക്കൽ ടൂളായി കൊണ്ടാടുന്നത്. ദാവൂദ് പറയും പോലെ മജിസ്ട്രേറ്റ് കോടതിയിൽ ബോംബ് വെച്ചതിനല്ല ഭഗത് സിംഗിനെയും കൂട്ടുകാരെയും തൂക്കിലേറ്റിയത്. ജോൺ സൗണ്ടേഴ്സ്, ചന്നൻ സിംഗ് എന്നീ പോലീസുകാരെ കൊലപ്പെടുത്തിയ കുറ്റത്തിനാണ് ഭഗത് സിംഗും കൂട്ടുകാരും ശിക്ഷിക്കപ്പെട്ടത്. ബോംബെറിഞ്ഞത് മജിസ്ട്രേറ്റ് കോടതിയിലുമല്ല, ദില്ലി അസംബ്ലി ഹാളിലാണ്. ആരെയെങ്കിലും കൊല്ലണമെന്ന് അവർക്ക് ഉദ്ദേശമുണ്ടായിരുന്നില്ല. പബ്ലിക് സേഫ്റ്റി ബില്ലിനും ട്രേഡ് ഡിസ്പ്യൂട്ട് ആക്ടിനുമെതിരെയുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കലായിരുന്നു അവരുടെ ലക്ഷ്യം. ബോംബെറിഞ്ഞ ശേഷം ഓടിപ്പോകാതെ ഈങ്കുലാബ് മുഴക്കി ലഘുലേഖയും വിതറി പിടികൊടുക്കാനായി അവിടെ തന്നെ നിൽക്കുകയായിരുന്നു ഭഗത് സിംഗും കൂട്ടുകാരും. കോടതി മുറിയിലെ വിചാരണയും ആശയപ്രചരണത്തിനുള്ള മൂർച്ചയേറിയ ആയുധമാക്കാൻ തുനിഞ്ഞ ധീരത, അതായിരുന്നു ഭഗത് സിംഗ്. അറസ്റ്റിനെയോ വധശിക്ഷയെയോ അയാൾ ഭയന്നില്ല. വധശിക്ഷയ്ക്കെതിരെ അപ്പീൽ നൽകാൻ പോലും ആദ്യം വിസമ്മതിച്ചു. ജയിലിൽ കിടന്നപ്പോൾ സഹതടവുകാരുടെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി അയാൾ നിരാഹാരം നടത്തി. തന്നെ തൂക്കിലേറ്റാൻ വന്ന ആരാച്ചാരുടെ കണ്ണിൽ നോക്കി ചിരിച്ച് മൂക്കിൽ മുത്തം കൊടുത്ത് എൻ്റെ മൃതദേഹത്തിൽ നിന്ന് പോലും മാതൃരാജ്യത്തിൻ്റെ സുഗന്ധം പടരുമെന്ന് പാടിക്കൊണ്ട് നിർഭയനായി അയാൾ രക്തസാക്ഷിത്വം വഹിച്ചു. ആ ധീരതയുടെ പേരാണ് ഭഗത് സിംഗ്. ലാദനോ? ജിഹാദിന് കൊലവിളി മുഴക്കിയ ലാദൻ സെപ്റ്റംബർ 11 കൂട്ടക്കൊലയ്ക്ക് ശേഷം സ്വന്തം ജീവൻ രക്ഷിക്കാൻ നെട്ടോട്ടത്തോട് നെട്ടോട്ടമായിരുന്നു. തോറാബോറയിലെ മലമടക്കുകളിൽ, കൊടും വനങ്ങളിലുള്ളിലെ ഗുഹകളിൽ, ഗർത്തങ്ങളിൽ പ്രാണനൊളിപ്പിക്കാൻ പാഞ്ഞു നടന്ന പേടിത്തൊണ്ടൻ. സൂര്യനെയും പകലിനെയും വെളിച്ചത്തെയും പേടിച്ച് സകലവിധ വാർത്താവിനിമയ ഉപാധികളും ഒഴിവാക്കി എങ്ങനെയെങ്കിലും പ്രാണൻ നിലനിർത്താൻ കൊതിച്ച ഒന്നാന്തരം ഭീരു. താൻ പൊതിഞ്ഞുകൊണ്ട് നടക്കുന്ന ഏതോ കലണ്ടർ മറിയുമ്പോൾ ഈ ലാദനും ഭഗത് സിംഗിനെ പോലൊരു വിപ്ലവകാരിയായി വാഴ്ത്തപ്പെടുമെന്നാണ് ദാവൂദിന്റെ പ്രതീക്ഷ. ദാവൂദിന് വേണ്ടി പ്രമോദ് രാമനും നിഷാദ് റാവുത്തരും മുട്ടിപ്പായി പ്രാർത്ഥിക്കട്ടെ. ദാവൂദിന്റെ സ്വപ്നം പൂവണിയാൻ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഓർമ്മകളെ വിടതരൂ എന്ന ചിത്രത്തിനു വേണ്ടി ഡോക്ടർ പവിത്രൻ എഴുതി KJ ജോയിയുടെ ഈണത്തിൽ യേശുദാസ് പാടിയ ഗാനം ഔട്ട് ഓഫ് ഫോക്കസ് ടീമിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു.